നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3 ചോദ്യങ്ങൾ പ്രസക്തമായിരിക്കുന്നു. വീണ തായ്ക്കണ്ടിയുടെ അറസ്റ്റ് എപ്പോൾ? 2. പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ എത്ര ദിവസം കൂടിയുണ്ടാകും? 3ാമത്തെ ചോദ്യം, ഇത് ആദ്യം രാജിവെക്കുന്നത് പിണറായി വിജയനോ അതോ മരുമകൻ മുഹമ്മദ് റിയാസോ? ഒന്ന് തീർച്ചയാണ്, അച്ഛനും മരുമകനും ആകെ ചീറ്റാൻ പോവുകയാണ്. മകൾ വീണ തായ്ക്കണ്ടി പ്രതിയായ കരിമണൽ മാസപ്പടി കേസിൽ ആകെ ചീറ്റി തലയിൽ മുണ്ടിട്ട് മധുരയിലെ CPM പാർട്ടി കോൺഗ്രസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ പിണറായി വിജയനെ പുറത്തേക്ക് കാണാനില്ല. നാണമുണ്ടെങ്കിൽ ഇനി പുറത്തേക്ക് ഇറങ്ങുമെന്നും തോന്നുന്നില്ല. ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വീണയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വീണയ്ക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഏത് നിമിഷവും വീണ പിടിയിലാകും. ജാമ്യം കിട്ടിയാലും മകൾ അറസ്റ്റിലായാൽ ഒരു നിമിഷം പോലും പിണറായി വിജയൻ എന്ന മഹാന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കാനാവില്ല. മകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്ന കാഴ്ച ഇരട്ടച്ചങ്കുള്ള അച്ഛന് കാണേണ്ടി വരുമെന്നതിൽ സംശയമില്ല. CPMലെ ന്യായീകരണ തൊഴിലാളികൾക്കായി അധപതിച്ച MA ബേബിയും പ്രകാശ് കാരാട്ടും ME ഗോവിന്ദനും EP ജയരാജനും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പിണറായിയെ ന്യായീകരിക്കുകയാണ്. വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനു പണം വാങ്ങി, എന്ത് സേവനം കൊടുത്തു, ആ പണം എവിടെ നിക്ഷേപിച്ചു എന്നതിന് കൃത്യമായി ഉത്തരം നൽകാൻ CPMനോ ദേശാഭിമാനിക്കോ സാധിച്ചിട്ടില്ല. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് CPM ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റയുടൻ MA ബേബിയും ആവർത്തിച്ചു. പിണറായിയെ അടിക്കാൻ വേണ്ടി മകളെ കരുവാക്കിയതാണെന്നും വീണ പണം വാങ്ങിയത് നൽകിയ സേവനത്തിനാണെന്നും അതിന് നികുതിയും നൽകിയിട്ടുണ്ടെന്നുമാണ് ബേബി പറയുന്നത്. ബേബിയുടെ തൊലിക്കെട്ടിയും അപാരമെന്നേ പറയാനാകൂ. വീണയുടെ ഇല്ലാത്ത കമ്പനി എന്ത് സേവനം നൽകിയെന്ന ചോദ്യത്തിന് ബേബിക്കെന്നല്ല പിണറായി വിജയനും ഉത്തരം നൽകാനാവില്ല. ധിക്കാരത്തിന്റെ ഭാഷയും അഹങ്കാരത്തിന്റെ മുദ്രയുമുള്ള MV ഗോവിന്ദൻ പണം വാങ്ങി വീണ പുട്ടടിച്ചെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയേക്കാം. ശരിയാണ്, ആ കോടികൾ വീണ പുട്ടടിക്കാൻ തന്നെ ചെലവഴിച്ചതാണെന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ബൂർഷ്വാ ജീവിതം നയിക്കുന്ന കുടുംബം പിണറായി വിജയന്റേതാണെന്ന തിരിച്ചറിവ് ഇപ്പോഴും CPMലെ കൂലി അണികൾക്കില്ല. ലക്ഷങ്ങൾ വിലയുള്ള പവിഴമാലയും 10,000 വിലയുള്ള വസ്ത്രവും തോൾ ബാഗും ചെരുപ്പുമൊക്കെ സുഖജീവിതം നയിക്കുന്ന അമ്മയും മകളും. അഹങ്കാരത്തിന്റെ ആൾരൂപമായി സമൂഹത്തിന് മുന്നിലെത്തുന്ന അച്ഛന്റെ അതേ നയവും നിലപാടും. പിണറായി കുടുംബത്തിന്റെ ആഡംബരങ്ങളിലൊന്നും വിലക്കോ നിയന്ത്രണമോ ഏർപ്പെടുത്തണമെന്ന് പറയാൻ പോളിറ്റ് ബ്യൂറോയിലെയോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ തന്റെ ഇടമുള്ള ഒരാൾ പോലുമില്ല. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവൻ പാർട്ടിയുടെ പുറംപോക്കിൽ പോലും ബാക്കിയുണ്ടാവില്ല. അത്തരത്തിൽ മറ്റൊരു മാവോയും സ്റ്റാലിനുമായി പിണറായി വിജയൻ CPM പ്രസ്ഥാനത്തെ സ്വന്തമാക്കിയിരിക്കുന്നു. മകൾ വീണയ്ക്ക് ബംഗളൂരുവിലും ദുബായിലും അമേരിക്കയിലും കോടികളുടെ ബിസിനസ് സാമ്രാജ്യമുണ്ടെന്ന ആരോപണത്തിന് പിന്നിൽ അവശേഷിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. കണ്ണൂരിലെ ഒരു ചിത്തുതൊഴിലാളിയുടെ മകനായി പിറന്ന പിണറായി വിജയന്റെ കുടുംബത്തിൽ എവിടെ നിന്നാണ് ഈ വരുമാനം? രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പൊങ്ങച്ചവുമായാണ് പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണയും മരുമകൻ മന്ത്രി റിയാസും മധുരയിലെത്തിയത്. കാറൽ മാർക്സിനേക്കാൾ വലിയ ആചാര്യനും അത്ഭുതവുമായി മധുരയിലെത്തി കത്തി നൽകുന്ന വേളയിലാണ് ഇടുത്തി പോലെ മകൾക്കെതിരെയുള്ള കുറ്റപത്രം പുറത്തുവരുന്നത്. ആ നിമിഷം പിണറായി വിജയന്റെ മുഖത്ത് തെളിഞ്ഞ കലിപ്പും ഇരുട്ടും ഇതുവരെ മാറിയിട്ടില്ല. കുറ്റപത്രം പുറത്തുവന്ന ശേഷം വീണയെ പുറത്തു കണ്ടില്ല, കമലയെ പുറത്ത് കണ്ടിട്ടില്ല. പിണറായി വിജയന്റെ മാന്ത്രിക സർക്കാർ ദേശീയ മാതൃകയാണെന്ന് മധുരയിൽ CPM പ്രതിനിധികൾ ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ പണമിടപാട് കേസിൽ പ്രതിയെന്ന വാർത്ത പുറത്തുവരുന്നത്. ഇതോടെ മധുര പാർട്ടി കോൺഗ്രസിന്റെ ഗതി ആകെ മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനത്തിലായി. മധുരയിൽ മഹാറാണിയെ പോലെ ആൾക്കൂട്ടത്തിന് നടുവിലിരുന്ന വീണ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയില്ല. പാർട്ടി കോൺഗ്രസ് വേദിയുടെ പിൻവാതിലൂടെ മുങ്ങിയ മഹതി പഞ്ചനക്ഷത്ര ഹോട്ടൽ മുറി പോയി കഥ കടച്ചിരുന്നു. സ്വകാര്യ കരിമണൽ കമ്പനിയും വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയതോടെ നേടിയ രാഷ്ട്രീയ മേൽക്കോയ്യാണ് SFIO കേസിൽ വീണ പ്രതിയായതോടെ തകർന്നു വീണത്. എക്സാലോജി കമ്പനി CMRL നിന്ന് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തായപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലെന്നായിരുന്നു CPM വാദം. വീണയും എക്സാലോജിക്കും ചേർന്ന് 2.7 കോടി രൂപ കൈപ്പറ്റിയെന്ന SFIO കണ്ടെത്തിയതോടെ ആ വാദങ്ങളുടെ എല്ലാം മുന്നേയൊഴിഞ്ഞു. CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കിയതോടെ ഇനി പിണറായി വിജയനെ ന്യായീകരിച്ചും വെള്ളപൂശിയും മുന്നോട്ടു പോകാൻ പാർട്ടിക്ക് സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കലിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കേസിൽ വീണയെ വിചാരണ ചെയ്യാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയവും അനുമതി നൽകി കഴിഞ്ഞു. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും 1.72 കോടി രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയതാണ് കണ്ടെത്തൽ. ഇനിയുള്ള മണിക്കൂറുകൾ അതിനിർണായകമാണ്. എൻഫോഴ്സ്മെന്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വീണ തായ്ക്കണ്ടിക്ക് സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.